ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നുവല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ അത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. ഞാൻ പലപ്പോഴും പാടാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഓണത്തിൻ്റെ ഓണക്കാലത്തെ പാട്ടുകൾ. രാത്രി ഓണം വലിയ പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്, ആ കാലം തരുന്നത്. അപ്പം നമ്മുടെ ആ സമയം എന്ന് വെച്ചാൽ വളരെ പ്രതിസന്ധി, ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലം ഒക്കെ ഉണ്ട്, വല്ലാത്തൊരു അത്. ആ കാര്യം ഓണം വരുമ്പോൾ നമ്മുടെ ഒരു വലിയ 5 ദിവസം ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ അത് വരുന്നു, ഊഞ്ഞാൽ കെട്ടുന്നു. അപ്പോൾ ഊഞ്ഞാൽ കെട്ടുമ്പോൾ നാട്ടിലെ അമ്മമാർ രാത്രിയിൽ അമ്മമാർ പാടുന്ന പാട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും എൻ്റെ വല്യമ്മയാണ് എൻ്റെ വല്യമ്മയാണ് ആ പാട്ട് പാടുന്നത്. ഈ ഊഞ്ഞാൽ ഇങ്ങനെ രാത്രി സ്ത്രീകളെല്ലാം കൂടെ രാത്രി അവർക്ക് ആടാൻ പറ്റും. പകൽ വന്നിട്ട് ഈ പൊതുസ്ഥലത്തിടുന്ന ഊഞ്ഞാലാണ്, വീടുകളിലല്ല, പൊതുസ്ഥലത്ത് ഇടുന്ന ഊഞ്ഞാൽ. രാത്രി ആലിൻ്റെ ഇതിൽ വന്നിട്ട് അവർ ഊഞ്ഞാലും ചില്ലിയാട്ടം പറക്കും. സ്ത്രീകൾ ചില്ലിയാട്ടം. പകലൊന്നും സ്ത്രീകൾക്ക് ചില്ലിയാട്ടം പറക്കാനോ യാതൊരു അവകാശമില്ലാത്തൊരു കാലം. അത് പിന്നീടാണ് നമുക്ക് അതിന് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ അവർ പാടുന്നൊരു പാട്ടുണ്ട്. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴിയമ്മ മുട്ടയിട്ടേ, ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴിയമ്മ മുട്ടയിട്ടേ, ഒരരിവേ പോകുമ്പോൾ ഒരരിവട്ടിപ്രാവും മുട്ട, പാവയ്ക്കാ പിച്ചടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ, രണ്ടരുവേ പോകുമ്പോൾ രണ്ടരിവട്ടിപ്രാവും മുട്ട, പാവയ്ക്കാ പറയടി മോളെ വട്ടം ചെത്തിയരിയടി മോളെ, മൂന്നരുവേ പോകുമ്പോൾ മൂന്നരിവട്ടിപ്രാവും മുട്ട. ഇത് ഊഞ്ഞാൽ പാട്ടാണ്. പക്ഷേ ഈ പാട്ടിൽ ആ കുട്ടിക്കാലത്ത് നമ്മുടെ മൊത്തം വിഷ്വല് ഈ ഒരരുവി ഇങ്ങനെ പോകുമ്പോഴും ആ വയലും പറങ്കാവും മാന്തോപ്പുകളും വരമ്പുകളും കൈത്തോടുകളും കൈതക്കുട്ടങ്ങളും ഈ കൊക്കും മാനത്ത് കണ്ണി മീനുകളും എല്ലാം വിഷ്വലിൽ ഇങ്ങനെ വരും. ആ രാത്രിയിൽ ആ ഊഞ്ഞാൽ പാട്ടുണ്ട്. അത് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ നല്ല വിശപ്പ്, ഓണം ഓണം വരാൻ പോവാണ്, ഓണം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വല്ലാത്തൊരു രസകരമായ. അപ്പോൾ അവിടുന്ന് നമുക്ക് കേൾക്കാവുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്തരം പാട്ടുകളാണ് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓണത്തിന് സ്ത്രീകളൊക്കെ പാടി കളിക്കുന്ന പാട്ടുകൾ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. പഴയ അതൊരു ദ്രവിഡിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തമിഴ് സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പാട്ടും അതിൻ്റെ ശബ്ദവും അങ്ങനെ തന്നെയാണ്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, അതിൻ്റെ ഒരു മാത്രയുണ്ടല്ലോ പാട്ടിൻ്റെ. ഈ സാധനമാണ് കേൾക്കുന്നത്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, അക്കയിലിക്കയിലോ മാണിക്യച്ചെമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. അപ്പോൾ ഈ പശുവേ പുല്ലെന്ന പുലിയേ പുലിയേ കല്ലെന്ന, പശുവേ പുല്ലെന്ന പുലിയേ കല്ലെന്ന എന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കളികൾ ചെറിയ കാലത്ത് നമ്മൾ കേൾക്കുന്നു. വേറെ പാട്ടുകൾ ഒക്കെ പിന്നീടാണ് വരുന്നത്. അത്തരം നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് അത്തരം പാട്ടുകൾ, അതുപോലെ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പാട്ടിൻ്റെ നമ്മുടെ പാരമ്പര്യമായി കേട്ടിട്ടുള്ള പാട്ടുകൾ. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നുവല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ അത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ.